ഹായ്, ഹലോ. ഞാനേ ചെറിയൊരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇല്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് സംസാരിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. മറ്റൊരാൾക്ക് നമ്മളുടെ ഡൗട്ട്സ് പറഞ്ഞു കൊടുത്ത് ആൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. സോ നിങ്ങളൊരു സ്ക്രീൻ റെക്കോർഡർ ഏതായാലും യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഏറ്റവും അതിൽ നല്ലൊരു ഐ മീൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ റെക്കോർഡർ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സോ അതിൽ ഞാൻ ഒന്ന് കണ്ടുള്ളത് ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. OBS പറഞ്ഞിട്ടൊന്നുണ്ട്. അത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സും ആണ്. പക്ഷേ മറ്റൊരു സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഷെയറെക്സ് എന്ന് പറയും. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും ഷെയറെക്സ്. സോ ഷെയറെക്സ് ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഞാനത് കാണിച്ചു തരാം. ഷെയറെക്സ് എന്നാണ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷെയറെക്സ്. സോ ഷെയറെക്സിൽ നമുക്ക് ഇങ്ങനെയല്ല തുടക്ക ഇൻ്റർഫേസ് വരിക. തുടക്കത്തിൽ ഇൻ്റർഫേസ് ഇത് ഇങ്ങനെ വരിക. ഇതിൽ നമുക്ക് ഇങ്ങനെ ഹോട്ട് കീസ് കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ നമുക്ക് എന്തെന്ന് പറയുക, ഇത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം, ക്യാപ്ചർ റീജിയൻ, പല രീതിയിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഏറ്റവും നല്ലൊരു ഷോർട്ട് കട്ട് നമുക്ക് Ctrl+Shift+Print സ്ക്രീൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീൻ എവിടെയാണോ വേണ്ടത്, നമുക്ക് വേണ്ട വിൻഡോ മാത്രം വേണമെങ്കിൽ എന്തെന്ന് പറയാം, ക്യാപ്ചർ ചെയ്യാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ഷെയറെക്സ് ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ ടാസ്ക് സെറ്റിങ്സിൽ വരിക. എന്നിട്ട് എന്നിട്ട് ഇവിടെ ടാസ്ക് സെറ്റിങ്സിൽ സ്ക്രീൻ റെക്കോർഡറിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതെന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയോ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മൈക്രോഫോണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണെങ്കിൽ അതിവിടെ കാണിക്കും. ഓക്കെ, വയറുള്ള മൈക്രോഫോൺ ആണെങ്കിലും വയർലെസ് ബ്ലൂടൂത്ത് ആണെങ്കിലും ഇവിടെ വന്നിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാം. ഓക്കെ, കൺഫേം ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ആ പേര് ഇവിടെ നോണാണ് പലരുടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ നോൺ മാറ്റി നിങ്ങളുടെ മൈക്രോഫോൺ ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് സേവ് ആയിക്കോളും. ക്ലോസ് ചെയ്യുക. സോ അത് മാത്രം ഒന്ന് ഫസ്റ്റ് ചെയ്ത് വെക്കുക. എന്നാലേ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ റെക്കോർഡ് ആവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്താണോ സ്ക്രീനിൽ ചെയ്യുന്നത് മാത്രമേ റെക്കോർഡ് ആവുള്ളൂ. നമ്മൾ സംസാരിക്കുന്നത് റെക്കോർഡ് ആവണമെങ്കിൽ, നമ്മുടെ വോയിസ് റെക്കോർഡ് ആവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം കൺഫേം ചെയ്യാം. ഇവിടെ നമ്മളെ മൈക്രോഫോൺ വന്നിട്ടില്ലെന്ന് കൺഫേം ചെയ്യാം. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളെ മെയിൻ വിൻഡോയിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ക്യാപ്ചറിൽ വന്നിട്ട് സ്ക്രീൻ റെക്കോർഡിങ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ചെറിയൊരു വിൻഡോ വരും. എവിടെയാണോ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചെറിയ വിൻഡോ മതിയോ? അതല്ല, നമുക്ക് ഈ ചെറിയ വിൻഡോ മതിയോ? നമ്മൾ എവിടേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ വിൻഡോ മാത്രം പിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വേണ്ട വിൻഡോ മാത്രം സെലക്ട് ചെയ്ത് ഈ ഒരു ചെറിയ ഏരിയ മാത്രം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഇതിപ്പോൾ സ്ക്രീൻ മൊത്തം വന്നിട്ടുണ്ട്. അതല്ല, നമുക്ക് സ്ക്രീനിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭാഗം റെക്കോർഡ് ചെയ്യേണ്ടുള്ളൂ എങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് അത് മാത്രം ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തതിന് നമ്മളെ മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്തത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് റെക്കോർഡ് ആവണുള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ടിങ് ആയി. ഇത് കണ്ടോ, സ്റ്റോപ്പ് വരുന്നുണ്ട്. സോ അത് മീൻസ് നമ്മുടെ ഓൾറെഡി ഇത് റെക്കോർഡിംഗ് ആയി തുടങ്ങി. ഇപ്പോൾ റെക്കോർഡിങ്ങിലാണ് നമ്മുടെ സ്ക്രീനിൽ. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം. സോ നമുക്കിപ്പോൾ നമ്മുടെ വിൻഡോ റെക്കോർഡിങ്ങിലാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. ഇപ്പോൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോകാഡിലെ ഡൗട്ട്സ് ആണെങ്കിൽ ഓട്ടോകാഡിലെ ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ മൈക്രോഫോണിൽ നിങ്ങൾ സംസാരിക്കുക കൂടി വേണം. അപ്പോഴേ നമുക്ക് ഡൗട്ട്സ് കാണുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ. കൂടാതെ നിങ്ങളുടെ 3D സോഫ്റ്റ്വെയർ ഏതാണോ അതിലും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതുമായി റിലേറ്റ് ചെയ്തിട്ട് പിന്നെ അതുപോലെ നിങ്ങളുടെ 3D സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. സോ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് കാണാം. ഞാൻ വേണമെങ്കിൽ ഇത് മിനിമൈസ് ചെയ്ത് കാണിക്കാം, കാരണം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ അറിയില്ല. ഇതാ ഇവിടെ കണ്ടില്ല താഴെ സ്റ്റോപ്പ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ റെക്കോർഡായിട്ട് സേവ് ആവും. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. ഇനി വരുന്ന വിൻഡോ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. വീണ്ടും നമ്മൾ ഷെയറെക്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഷെയറെക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും.
ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ പറഞ്ഞ റെക്കോർഡിംഗ് കൃത്യമല്ലേ എന്നുള്ളത്. ഹോൾഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഹോൾഡ് ആയി. ഓക്കെ ഓക്കെ കണ്ടോ, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം. ഓക്കെ, അത് റെക്കോർഡ് ആയിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. ഇങ്ങനെ എറർ എന്ന് കാണിക്കുന്നത് നിങ്ങൾ അത് മൈൻഡ് ആക്കണ്ട, കാരണം അത് വേറെ എന്തോ ഇഷ്യൂ ആണ്. പക്ഷേ വീഡിയോ സക്സസ്ഫുള്ളി റെക്കോർഡഡ് ആണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാനും പറ്റും. ഇനി നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. അതിനുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് ആ ഫയൽ സേവ് ചെയ്യാനുള്ള കാര്യം നോക്കാം. അപ്ലോഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കത് ജസ്റ്റ് ഷെയർ ചെയ്യാന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്തിട്ട് വിൻഡോ ഇവിടെ കൊണ്ടിടാം. ഇവിടെ പേസ്റ്റ് ആവും. കണ്ടോ, ഇവിടെ നമ്മളെ വീഡിയോ വന്നിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഡയറക്റ്റ് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത് റെക്കോർഡ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഞാൻ ഷോർട്ട് കട്ട് വഴി ചെയ്ത് കാണിക്കാം. Ctrl+Shift പ്രിന്റ് സ്ക്രീൻ ആണ്. പ്രിന്റ് സ്ക്രീൻ ബട്ടൺ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ കീബോർഡിൽ പ്രിന്റ് സ്ക്രീൻ എവിടെയെന്ന് കാണിച്ചു തരും. Ctrl+Shift പ്രിന്റ് സ്ക്രീൻ കണ്ടോ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഷെയർഎക്സിൻ്റെ ആ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും വിൻഡോ ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് മാത്രം മതിയെങ്കിൽ ഇവിടെ മാത്രം. ഇപ്പോൾ ഇവിടെ റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോസ് ചെയ്യാം. പോസ് റിസ്യൂം ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം ആവശ്യം കഴിഞ്ഞാൽ. ഓക്കെ, റെക്കോർഡ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് റെക്കോർഡ് ആവുന്നേ ഉള്ളൂ. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തണം തോന്നി. സോ അറിയുന്നവർ എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ അതുകൂടി കാണിക്കാം. സോ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ ബ്രൗസറിൽ പോയിട്ട് ഷെയർഎക്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഷെയർഎക്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സൈറ്റ് വരും, ഷെയർഎക്സിൻ്റെ സൈറ്റ് വരും. അതിൽ നേരെ സൈറ്റിലേക്ക് കയറാം, അല്ലെങ്കിൽ ഡൗൺലോഡ്സിലേക്ക് പോകാം. ഡയറക്റ്റ് ഡൗൺലോഡ്സിലേക്ക് വരിക. നേരെ ഡൗൺലോഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ നേരെ ഹോം പേജിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഡൗൺലോഡ്സ് ഉണ്ടാവും. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കുറേ വെർഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് വിൻഡോസിനാണ് കാണുന്നത്. വേറെ വെർഷൻസ് ഒന്നും ആപ്പിളോ മാക്കിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ലിനക്സിൻ്റെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഏതായാലും ഈ വെർഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് setup.exe എന്ന് കാണാനുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഡൗൺലോഡ് ആവും. പിന്നെ നിങ്ങളത് നോർമൽ എല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഡബിൾ ചെക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. കൊടുക്കാം. അപ്പോൾ എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് വേണം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, എൻ്റെ ഓൾറെഡി ഞാനത് ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. ഡിറക്ടർ ഷെയർഎക്സ് കണ്ട് റണ്ണിങ്. എനിവേ അത് നിങ്ങൾ നോർമലായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു എൻ്റെ ഓൾറെഡി ഉള്ളത് ഇവിടെ റണ്ണിങ് ആണ്. അപ്പോൾ ഞാനിവിടെ എക്സിറ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ട്രയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി റണ്ണിങ് ഉള്ള ഷെയർഎക്സ് കാണാം. അത് എക്സിറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഐ ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റാൾ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നിങ്ങളെ നോർമലായിട്ട് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ലോഞ്ച്, അത് ഓക്കെ ടിക്കാണ്. ഫിനിഷ് കൊടുത്താൽ ലോഞ്ച് ആയിക്കോളും. ലേറ്റസ്റ്റ് വെർഷൻ വന്നിട്ടുണ്ട്. സോ ഇതാണ്, ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഷെയർഎക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയായ ഒരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ മറ്റു പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് സംസാരിച്ച് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ ഇത് നിങ്ങൾക്ക് യൂസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.